അപ്പോൾ ഇന്നത്തെ നമ്മളെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഹോം ടൂറാണ് കേട്ടോ. അതായത് കുറേ ആളുകൾ നമ്മളോട് ചെയ്യാൻ പറഞ്ഞൊരു സംഭവമാണ് ഹോം ടൂർ. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഈ പറഞ്ഞ ആൾക്കാരനാണോ പിന്നെയും പറയണമെന്ന് അറിയില്ല, ഏത് വ്ളോഗ് ഇട്ടാലും കാണാം അതിൻ്റെ അടിയിൽ ഹോം ടൂർ പ്ലീസ് പറഞ്ഞിട്ട് ഇങ്ങനെ ഇത് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ദീപാവലിൻ്റെ ലീവൊക്കെ ആയതുകൊണ്ട് നശ്വ എന്ത് ചെയ്തു, രാവിലെ വീടൊക്കെ ഫുള്ള് ക്ലീൻ ആക്കി നല്ല ഉഷാറാക്കി ഇട്ടിരിക്കണം. അപ്പോൾ ഞാൻ ക്ലീൻ ആക്കിയിട്ടൊന്നുമില്ല, പിന്നെ ഞാൻ ഒരു പണി എടുത്തിട്ടില്ല, രാവിലെ മുതൽ നിങ്ങളെ വീഡിയോ എടുക്കാൻ നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും ഞാൻ കണ്ടപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ ഇന്നായിട്ട് എടുക്കരുത് ഹോം ടൂർ കാണിച്ചു തരുമ്പോൾ കുറച്ചൊക്കെ ഒരു വൃത്തിയിൽ കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ മുറ്റത്തു നിന്നാണ് തുടങ്ങുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം. 0.5 ഇട്ട് വയ്ക്കാം കേട്ടോ. ക്യാമറമാൻ്റെ ബ്രില്യൻസ് പോലെ ഇരിക്കും കേട്ടോ നിങ്ങൾ കാണുന്ന വീഡിയോ അങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഫ്രണ്ട് ഭാഗം. ഇത് പിന്നെ മുന്നിൽ കയറിയതിനോട് തന്നെ ഇപ്പാൻ്റെ ഓരോ പിന്നെ ഒരു മാവ്, നമുക്ക് എന്താ വെച്ചാൽ പണ്ട് ഇവിടെ ഒരു മാവ് ഉണ്ടായിന് കേട്ടോ. അവിടെ ഇപ്പോൾ ഒരു മാവ് പകരം കുഴിച്ചിട്ടിരിക്കണേ, അതേപോലെ ഇവിടെ ഒരു മാവ്. എന്താ വെച്ചാൽ ഒന്നാമത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല വെയിലാണ് ഫ്രണ്ടിക്ക്. അപ്പം ഭാവിയിൽ ആ വെയിലൊക്കെ ഒന്ന് കുറച്ചൊരു തണലിട്ടാൻ. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇവിടെ മുറ്റത്ത് തന്നെ വലിയൊരു മാവ് ഉണ്ടായിന്. അപ്പോൾ അതിൽ മാങ്ങയൊക്കെ കിട്ടീനി. ഇപ്പം മാങ്ങ കിട്ടുന്ന മാവൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ. ഇപ്പം ഞാൻ കൂട്ടുകാരന്മാരോട് നിന്നൊക്കെ മാങ്ങ കൊണ്ടുവരലാണ് കാണുമ്പോൾ. അപ്പോൾ ആ 2 മാവൊക്കെ ഇപ്പോൾ കുഴിച്ചിട്ടിരിക്കണം കേട്ടോ. അത് ഇതാ ഇപ്പം ഇങ്ങനെ പറയും, നമ്മൾ കുഴിച്ചിടലൊക്കെ നമ്മൾ കുഴിച്ചിട്ടിരിക്കണം ഇടയ്ക്കൊന്ന് നോക്കിയെങ്കിലും ചെയ്യുന്നൊക്കെ പറയും കേട്ടോ. പക്ഷേ ഞാൻ ഇടയ്ക്കൊക്കെ വണ്ടി ഇവിടെ ഇട്ട് കേൾക്കുന്ന സമയത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെയാണ് എൻ്റെ വണ്ടിയൊക്കെ എടുത്തത്. ഈ വണ്ടിയാണ് എൻ്റെ ആദ്യത്തെ വണ്ടിയല്ല, ഞാൻ ഡിഗ്രിക്ക് ഒരു ഫസ്റ്റ് ഇയറിൽ സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് എടുത്തോണ്ട് ഏകദേശം ഇപ്പോൾ ഒരു 10 കൊല്ലം അല്ല 2015 മോഡലാണ് മോഡൽ കേട്ടോ. ഞാൻ അന്ന് എടുത്താണ്. പക്ഷേ മോഡൽ 2015 മോഡലാണ്. അപ്പോൾ ഏകദേശം 10 കൊല്ലം ആയി ഇപ്പോൾ ഈ വണ്ടി എടുത്തിട്ട്. പിന്നെ നമ്മളെ കാർ പോർച്ച് കേട്ടോ. ഞാൻ വണ്ടി എടുത്തുന്ന സ്ഥലം ഇതാണ്. പിന്നെ ഇതിന് വെക്കുന്നതാണ് നമ്മൾ എടുത്തു കൊടുത്ത സ്കൂട്ടി കേട്ടോ. സെറ്റല്ലേ എന്തുമ്മാ? പിന്നെ എന്താ വെച്ചാൽ ഈ വണ്ടികളൊക്കെ എൻ്റെ പേരിലാണ്. ജയിലിൽ പോയാൽ ഞാനാ ജയിലിൽ പോകട്ടോ, നിങ്ങളല്ല. നിങ്ങളെവിടെയെങ്കിലും കൊണ്ടുപോയി ഇത് കുത്തിച്ചാലും ഇതാക്കിയാലൊക്കെ ഞാനാണ് ജയിലിൽ പോകുക. അതിന് വേണ്ടിയാണ്ട് എന്താ കയ്യൊക്കെ എടുക്കട്ടോ. അതിനെന്താ അടിക്കണേ? ഈ വണ്ടി രസൻ്റെ വണ്ടിയാണ്. ഞാൻ വീഡിയോ എടുത്തരൂല. ബാവാ. അപ്പോൾ ഇതാണ് നമ്മളെ പുറം ഭാഗം കേട്ടോ. ഇത് മുന്നിൽ തന്നെ സ്മാരകമാക്കി വെച്ചേക്കും. ഇത് നമ്മളെ സ്മാരകം. ഞാൻ ഈ വണ്ടിമേ അടുത്ത തീരുമാനം എന്താ വെച്ചാൽ ഇനി വേറെ വണ്ടി വാങ്ങിയാൽ ഈ വണ്ടി കൊടുക്കൂല എന്നൊരു തീരുമാനമാണ്. ഞാൻ എപ്പോഴും കൊടുക്കാറില്ല കേട്ടോ. നിലവിൽ അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ എപ്പോഴും ഒരു ദിവസം ഇതിമ്മ പോകണം. അത് നിൽക്കൂല കേട്ടോ. പക്ഷെ എൻ്റെ പുതിയ ആക്സസ് എന്നാൽ ഈ വണ്ടി നിൽക്കൂല, അത് ഗ്യാരണ്ടിയാണ്. പിന്നെ എന്താ വെച്ചാൽ ഈ വണ്ടി ഓട്ടിക്കഴിഞ്ഞാൽ ലോകത്തിൽ ഏത് വണ്ടി എനിക്ക് ഓട്ടാനും കഴിയും. അങ്ങനെ ധാരാളം പ്രത്യേകതകളില്ല. വീട് പരിചയപ്പെടുത്തി കൊടുക്കി, കണ്ടന്റ് മാറുന്നു. വീട് തന്നെ. അപ്പോൾ നമ്മളിതാ വീടിൻ്റെ സിറ്റ് ഔട്ട് കയറണം. ഇത് വിരിച്ചിട്ടാ ചവിട്ടി ഞാൻ വിരിച്ചിട്ടത് അതോടെ ആദ്യം ഉണ്ടല്ലേ. ഒന്നാമത് വെച്ചാൽ ഞാൻ അങ്ങനെ വീട് ശ്രദ്ധിക്കാത്ത ഒരാളായതുകൊണ്ട് എനിക്ക് ഇവിടെ എന്തൊക്കെയുള്ളത് ഏതൊക്കെയുള്ളതെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കേണ്ടി വന്നത്. അപ്പോൾ നമ്മളിതാ നേരെ സിറ്റ് ഔട്ടിലേക്ക് കയറാണ്. ഇത് പിന്നെ നമ്മൾ കുറച്ച് കൊല്ലമായിട്ട് ഇവിടെ വെച്ച ഒരു സംഭവമാണ്. അയക്കോ അല്ലേ? എത്ര കൊല്ലായി ഐശ്വര്യ? എത്ര വയസ്സായി? 5 വയസ്സ് കഴിഞ്ഞു. 5 വയസ്സ്, 6ാമത്തെ വയസ്സാണ്. അപ്പോൾ 6 കൊല്ലം മുമ്പ് നമ്മൾ വാങ്ങിയ ഒരു കുട്ടിയാട്ടത്. ഏത് ഹോസ്പിറ്റലിൽ വാങ്ങിയത്? ഏതോ ഒരു ആശുപത്രി, എനിക്ക് ഓർമ്മയില്ല, ഏതോ ഒരു ആശുപത്രിയിൽ നിന്ന്. അപ്പോൾ ഇതാണ് നമ്മളെ സിറ്റ് ഔട്ട് കേട്ടോ. അപ്പം നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് അകത്തേക്ക് കയറാൻ പോവാണ്. പിന്നെ അപ്പം ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇരിക്കാനും ഇതിനൊക്കെ വേണ്ടിയാണ്ട് ഉണ്ടാക്കിയിട്ട് സംഭവമാണ്. പിന്നെ ഇവലൊക്കെ എല്ലാവരും ഇരിക്കലുണ്ട്. ഞാൻ പിന്നെ അവിടെ ഇങ്ങനെ അധികം ഒന്നും ഇരിക്കാൻ ഞാൻ അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഇവലെന്നെയാണ് ഇത് കൂടുതലും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യൽ കേട്ടോ. വാ. അപ്പം നമ്മൾ വീടിൻ്റെ അകത്തേക്ക് കയറാം കേട്ടോ. ഇതാണ് നമ്മൾ കയറുന്ന ഭാഗം. ഇങ്ങോട്ട് ഉള്ളിൽ കയറി ഞാൻ അതിനടക്കട്ടെ. 0.5 എടുക്കല്ലേ? അങ്ങോട്ട് വരി നോക്കി. 0.5 എടുക്കുമ്പോഴേ കാണുന്നുള്ളൂ, 1 എടുക്കുമ്പോൾ ആണല്ലേ. എന്നാൽ 0.5 എടുത്തോ, അടുത്ത് കുടിച്ചാൽ മതി. അപ്പം 0.5 നമ്മളെ ക്യാമറമാൻ വീഡിയോ കൊണ്ടുപോണ്. ലൈറ്റൊക്കെ ഉണ്ടാവും വിചാരിക്കണേ. അപ്പോൾ ഇതാണ് നമ്മളെന്ത് പിന്നെ ഓഫീസ് റൂമായിട്ടില്ല. നമ്മൾ കയറി വരുമ്പോൾ തന്നെ എന്താ കാട്ടി, ഒരു സൈഡിൽ ഇങ്ങനെ ചെറിയൊരു സോഫയൊക്കെ ഇട്ട് ഇങ്ങനെ ചെറിയ ടീപ്പോയൊക്കെ കൊടുത്താണ്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ്. ഇത് പിന്നെ ആയോ. അപ്പോൾ ഓഫീസ് റൂം ഇതാണ്. ഞാൻ അതിന്മേലൊന്ന് കയറട്ടെ. കാല് വൃത്തിയാണ്, സീനൊന്നുമില്ല. ഇതൊന്ന് ഇതാക്കാനാണ്.
എവിടെയും കയറാനും പിടിച്ചാനും പറ്റില്ല കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ഫോട്ടോകൾ ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോള്. ഇത് അങ്ങനെ ഉണ്ടായി ഫോട്ടോ. ഇത് ഞാൻ ഒറ്റയ്ക്കില്ല ഫോട്ടോ. ഇത് താത്തി കളിയാക്കി ഐശുവിൻ്റെ കോലം നോക്കിയതിൽ കുഞ്ഞം താത്തി കളിയാക്കി ഋതു ഐശു ആട്ടത്. പിന്നെ ഇവിടെ ചെടികൾ അതൊക്കെ ഇതിൻ്റെ ഏതോ ഒരു കൊല്ലത്തെ കാണിച്ചു കൊടുക്കട്ടെ. സ്കൂളിലത്തെ കുട്ടികൾ പോയപ്പോൾ തന്നാട്ടത്. അങ്ങനത്തെ കുറേ ഫ്രെയിം ഉണ്ട് ഒക്കെ മേലാണ്. പിന്നെ എനിക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്ത് നിന്ന് കിട്ടിയ കുറേ ഫ്രെയിമുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അതൊക്കെ മേലെ കൊണ്ടുപോയി എടുത്ത് വെച്ചിരിക്കണവര്. പിന്നെ ഐശ്വല്ലേ ഇതെന്താ മനസ്സിലായോ? അതോള് ഏത് അത് ഇതോ നമുക്കെന്താ ബർത്ത്ഡേന്റെ ഗിഫ്റ്റ് മറിക്കല്ലേ ഇത് കേടരുത്. അങ്ങനത്തെ പൂവല്ലേ ബർത്ത്ഡേന്റെ ഗിഫ്റ്റ് കിട്ടി. ഇത് പിന്നെ നമ്മളെ യൂട്യൂബിന്റെ സിൽവർ പ്ലേ ബട്ടൺ ഉണ്ടോ? അതൊക്കെ ഇവിടെ കൊണ്ടു വെച്ചിക്കണോ? ഇതും സ്കൂളിലത്തെ കുട്ടികളാന്നാണ് എടുക്കണ്ടേ ആണോ? ഇത് ഏതോ കൊല്ലത്തെ കുട്ടികൾ സ്കൂളിൽ നിന്ന് സെൻഡ് ഓഫിൻ്റെ അന്ന് തന്ന ഒരു ഫോട്ടോ ഫ്രെയിം കഴിഞ്ഞിട്ടത്. ഇതാ പിന്നെ ഇവിടെ നമ്മൾ രണ്ടാളും ഒരു ഫോട്ടോ വെച്ചിരിക്കണേ. അപ്പോൾ ഇതാണ് ഓഫീസ് റൂം കേട്ടോ. ഓഫീസ് റൂം ഇങ്ങനെയാണ് 0.5 കായ്കൾ അടക്ക്. വാ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഓഫീസ് റൂമിൽ നിന്ന് നേരെ ഇങ്ങനെ ഹാളിലേക്ക് എത്തി. ഹാളിൽ ഇങ്ങനെ ഇതാ അവിടെ തന്നെ ഇങ്ങനെ ഒരു സോഫ ഇട്ടിക്കണേ. പിന്നെ ഇതൊക്കെ നമുക്ക് നാളെ ഞാൻ ഏതൊരു വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് മഞ്ചേരിയിൽ നിന്ന് നമ്മളെ ഒരു തന്നത് കഴിഞ്ഞിട്ട് ഈ സംഭവമൊക്കെ അതൊക്കെ ഇവിടെ വെച്ച് കൊടുത്തു. പിന്നെ ഈ ക്ലോക്കൊക്കെ മോന് കൊടുക്കണം പറഞ്ഞാണ്ട് തന്നേ കേട്ടോ. പിന്നെ ഇതാണ് നമ്മളെ പിന്നെ ഡൈനിങ് ടേബിൾ കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ടേബിൾ ഉണ്ട്. പിന്നെ ഇതിങ്ങനെ ചെറിയൊരു പൂവും ഇതൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് ഒരു ചെറിയ സംഭവം. നിങ്ങൾ പ്രൊഫഷണൽ ആവുണ്ടോ? എങ്ങനെ റിവ്യൂ അറിയണതോ? അപ്പോൾ അങ്ങനെ കൊടുത്തിക്കണേ. പിന്നെ ഇവിടെയാണ് നമ്മളെ ഡൈനിങ് ഹാളത്തെ വാഷ് ബേസ് വരുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെ തന്നെ ഹോം ടൂർ പറയല്. നമുക്കിതിന് വലിയ ഐഡിയ ഒന്നുമില്ല കേട്ടോ. ഹോം ടൂർ പറഞ്ഞാൽ വീട് ഫുള്ള് കാണിച്ചു തരാമെന്നുള്ളൊരു ഉദ്ദേശമുള്ളൂ. കാണേണ്ടവർ കണ്ടോട്ട് എഴുതിയിട്ട് സെൽഫി എടുക്കാം. അന്നെ കാണിച്ചു കൊടുക്കല്ല, ഹോം ടൂറാണ്. ഇതിൽ കാണുമ്പോൾ ഇരുട്ട് പോലെ തോന്നുന്നല്ലേ. അപ്പോൾ ഇവിടെയാണ് നമ്മളെ ഈ വാഷ് ബേസ് വരുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ എല്ലാ ഇതിൻ്റെ അടിയിൽ വെക്കണ പോലെ ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഐശുവിൻ്റെ സൈക്കിളാട്ടോ. വാ പിന്നെ ഇങ്ങനെ ഇവിടെ നമ്മൾ 2 റൂമായിട്ട് സ്പ്ലിറ്റ് ആവാണ്. ഒരു റൂം അവിടെയും ഒരു റൂം ഇവിടെയും. അപ്പോൾ വീടുണ്ടാക്കിയ സമയത്ത് ഞാൻ പറഞ്ഞെടുത്തൊരു ഇതെന്താ വെച്ചാൽ, അതായത് ഹാളിൽ നിന്ന് നോക്കിയാൽ എങ്ങോട്ട് കാണരുത് 2 റൂമുക്കും. അതായത് ഇപ്പോൾ ഡൈനിങ് ടേബിളിൽ വന്ന് ഇരിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓഫീസ് റൂമിൽ നിന്ന് ഇരിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യരുത്, റൂമിലേക്ക് ലുക്ക് കിട്ടരുത് എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തീനി അന്ന് കുഞ്ഞുമാൻ കാക്കാനോട്, നമ്മളെ എഞ്ചിനീയർ കേട്ടോ. അപ്പം മൂപ്പര് എന്ത് ചെയ്തു, അങ്ങനെയൊക്കെ ഒരു ഇതൊക്കെയാണ് പറയുക. എന്താ വെച്ചാൽ അന്ന് നമ്മളെ വീടുണ്ടാക്കുന്ന സമയത്ത് എന്താ പറഞ്ഞാൽ ഇതിനെപ്പറ്റി നമുക്ക് വല്ല ഐഡിയയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. വീട് ഇതാക്കുക എന്നല്ലാതെ ഒരു പ്രത്യേകിച്ച് അതിനെപ്പറ്റി ഒരു ഐഡിയ കാര്യങ്ങളോ അതൊന്നും ഇല്ലേനി. അപ്പോൾ നമുക്ക് ഇല്ല ഐഡിയകളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ കാണരുത് എന്നുള്ളൊരു സാധനം പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതിനനുസരിച്ച് ഓഫീസ് റൂമിൽ ആൾ വന്നാലും ഒന്നും റൂമൊക്കെ ഒന്നും ലുക്ക് കിട്ടണില്ല, അപ്പോൾ കാണാനില്ല. പിന്നെ ഹാളിലും ഇവിടെ ഇരുന്നാലൊന്നും റൂമൊക്കെ അങ്ങനെ ഇത് ലുക്ക് കിട്ടൂല. അപ്പോൾ പിന്നെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടത്. പിന്നെ വാ റൂം കാണിച്ചു കൊടുക്കാം. ഇതിന് വൈഫൈൻ്റെ മോഡൊക്കെ ഇവിടെ വെച്ചിരിക്കണേ. ഇത് സത്യം പറഞ്ഞാൽ TV കൊടുക്കാൻ വേണ്ടിയാണ്ട് വെച്ച സംഭവമാണ്. അപ്പോൾ TV സത്യം പറഞ്ഞാൽ വാങ്ങാതെ ഒന്നാണ്. എന്താ വെച്ചാൽ ആരും ഇവിടെ TV കാണൂല. അതിപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഫോണിൽ തന്നെയാണ്. ഇപ്പം ഞാനും വാർത്ത കേൾക്കൽ ഒന്നാമത് TV ഇവിടെ ആരും കാണാനില്ല. ഇനിയിപ്പോൾ ഇജ് കാണോ TV? കാണൂല? പിന്നെ തന്നെ കാണാം, ഇപ്പം നേരില്ല. ഓക്കെ. അപ്പം എന്താ വെച്ചാൽ എനിക്ക് ആകെ TV വാർത്ത കാണാനാണ്. കാരണം എന്താ വെച്ചാൽ കുട്ടികൾക്ക് ഫോൺ യൂസ് കൂടുകയാണ്. അപ്പോൾ TV ആയാല് അത് കുറച്ച് വിട്ടുന്നേലും കാണുമല്ലോ. അപ്പം എന്തായാലും TV ഒക്കെ നമുക്ക്, പക്ഷേ എനിക്ക് വാർത്ത കാണാൻ മാത്രമേ TVൻ്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഞാൻ ഫോണിൽ തന്നെയാണ് വാർത്ത. ഞാൻ രാവിലെ ചായ കുടിക്കുമ്പോൾ അതേപോലെ രാത്രി ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒക്കെ എനിക്ക് വാർത്ത കാണണം. അപ്പോൾ ഞാൻ ഫോണിൽ നമ്മൾ ഏത് വാർത്താ ചാനലിൻ്റെയും പേരടിച്ചുകൊണ്ട് അതിൻ്റെ കൂടെ ലൈവ് എന്ന് അടിച്ചാൽ നമുക്ക് ലൈവായിട്ട് ആ ന്യൂസ് ചാനൽ കാണാൻ പറ്റും. അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യം ഇതുവരെ ഇവിടെ വന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ വാങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ ഭാവിയിൽ ഇൻഷാ അല്ലാ നമുക്ക് ഈ വാർത്തയൊക്കെ ഒന്ന് കാണണമെങ്കിൽ തന്നെ ദൂരത്ത് നിന്നാണ്ടൊക്കെ കാണണമെങ്കിലൊക്കെ കാണേണ്ടവർക്ക് കാണാൻ വേണ്ടിയിട്ട് അത് വെക്കണം വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇതാണ് ഒരു റൂം കേട്ടോ. ഒരു റൂമ്, ഈ റൂമാണ് പിന്നെ അളിയാക്കി താറ്റയൊക്കെ വരുമ്പോൾ കിടക്കുന്ന റൂം കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അന്ന് പറഞ്ഞൊരു സംഭവം എന്താ വെച്ചാൽ
വലിയ കട്ടിൽ വേണം പറഞ്ഞിനി. അതായത് നമ്മളെ വീട് ഇതാക്കിയ സമയത്ത് എന്ത് ചെയ്തു, വലിയ കട്ടിൽ വേണം പറഞ്ഞിനി. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ടിൽ നല്ല വലിപ്പം ഉണ്ടാക്കിക്കണം. ഒന്നാമത് എന്താ വെച്ചാൽ എനിക്ക് നല്ല കിടക്കാൻ നല്ല സ്പേസ് വേണം. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ കിടന്നാൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പാടില്ല, വീഴാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, കട്ടിൽ നല്ല വലിപ്പം എന്ന് പറഞ്ഞപ്പോൾ നല്ല ഇതിൻ്റെ അടിക്കണക്കൊന്നും പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ, നല്ല വലുതാക്കിയാണ്ടാണ് 6 ഓക്കെ. അങ്ങനെയാണ് കട്ടിലൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ ഇതെവിടെ അത് ഫുൾ ഐശുവിൻ്റെ ഡ്രസ്സും ഇതാ ഐശുവിൻ്റെ പാവകളും കാര്യങ്ങളും ഇതൊക്കെയാണ് ഇതിൽ ഇല്ലത്. ഐശുവിൻ്റെ ബാഗ് പിന്നെ ഉമ്മുവിൻ്റെ കുറേ ഡ്രസ്സും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ സൈഡിൽ അലമാര കൊടുത്തു. അലമാര ഇങ്ങനെ കൊടുത്തു. പിന്നെ ഇവിടെ അങ്ങനെ ഒരു ചെറിയ സ്പേസ്, നമുക്ക് ഫോണ് ഇവിടെ ചാർജറുണ്ട്. ഞാൻ പിന്നെ അന്ന് വീടുണ്ടാക്കിയ സമയത്ത് ഞാൻ പറഞ്ഞു കൊടുത്ത വേറൊരു കാര്യം, ഇനി ഈ പ്ലഗ് എന്താ വെച്ചാൽ 2 പ്ലഗും പോകുന്ന ടൈപ്പ് പ്ലഗ് കൊടുക്കാൻ പറഞ്ഞു. അതായത് നമ്മളെ റൗണ്ട് പ്ലഗും മറ്റേ ടൈപ്പ് പ്ലഗ് ഉണ്ടല്ലോ അതും. അപ്പോൾ ഈ യൂണിവേഴ്സൽ ചാർജറും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുത്താനും ഇതാക്കാനൊക്കെ പറ്റുന്ന ടൈപ്പ് പ്ലഗ് തന്നെ കൊടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. പിന്നെ ഇതാ ബാത്റൂം. പിന്നെ ഇങ്ങനെ ആ റൂമിനോട് അറ്റാച്ച്ഡ് ആയിട്ട് ഇങ്ങനെ ഒരു ഡ്രസ്സിംഗ് റൂം കൊടുക്കാതെ ബാത്റൂം വലുതാക്കിയതാ. ബാത്റൂം നല്ല വലുതാക്കിയാണ്ട് കൊടുക്കാൻ പറഞ്ഞു. ഒരന്ന് ഇങ്ങനെ ഇത് പകുതി ആക്കിയാണ്ട് ബാത്റൂമും ഡ്രസ്സിംഗ് റൂമും ഒക്കെ ആക്കാന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനത് വേണ്ടാണ്. നല്ല മിററൊന്നും കൂടി തുറന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു ബാത്റൂം കൊടുത്തു. ലൈറ്റ് പിന്നെ ഓഫ് ആക്കും അല്ലേ? ലൈറ്റ് ഓഫ് ആക്കി ഇങ്ങനെ നടന്നാളെ. അല്ല നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരണം റിട്ടേൺ. ഇപ്പോൾ ഓഫ് ആക്കണ്ട. പിന്നെ എൻ്റെ റൂം. ഈ റൂമൊക്കെ ഞാൻ ഇന്ന് രാവിലെ എണീറ്റ് ഫുൾ കൊട്ടി സെറ്റാക്കി വെച്ചേക്കണം കേട്ടോ അല്ലേ? ഈ കർട്ടൺ ഒന്ന് വേണ്ടേ ഇതാക്കട്ടെ. അല്ലാതെ നല്ല കാണുന്നുണ്ടല്ലോ. വെളിച്ചുണ്ടോ? നല്ല വെളിച്ചുണ്ട്. ഓക്കെ. അപ്പോൾ ഇതാ ഇതും റൂമും ഒക്കെ ഏകദേശം ഒരേപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കണം. അതായത് ഇങ്ങനെ ചെറിയ 2 ജനൽ ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും കൊടുത്തുകൊണ്ട് അതിൻ്റെ നടുവിൽ ഇങ്ങനെ ബെഡ് വരുന്ന രൂപത്തിൽ. ഇതും ആ റൂമിൻ്റെ പോലെ തന്നെ വലിയ ബെഡ് തന്നെയാണ് ഇതും വരുന്നത് കേട്ടോ. പിന്നെ ഇതാ 2 റൂമിലും ഇങ്ങനെ എന്ത് ചെയ്തു, വലിയ മിറർ കൊടുത്തു. അതായത് ഒരുങ്ങണ സമയത്തൊക്കെ ഇതിന് മുന്നിൽ നിന്നുകൊണ്ട് ഞാൻ പിന്നെ ഇതിന് മുന്നിലൊന്നും ഒരുങ്ങലില്ല കേട്ടോ. ഇതിന് മുന്നിലൊക്കെ നിന്ന് ഒരുങ്ങണ ആളുകൾ വേറെയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യില്ല, അതിൻ്റെ മുന്നിൽ ഒരുങ്ങലില്ല. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഉപയോഗം വരില്ല. പക്ഷേ ഭാവിയിൽ ആരെങ്കിലും ഒരുങ്ങാൻ വരും എന്ന് എനിക്ക് അറിയുന്നോണ്ട് അന്ന് ഞാൻ കൊടുപ്പിക്കണം. അതിനൊരു താങ്ക്സ് ഒക്കെ പറയാം. പിന്നെ ഇത് നിസ്വ അടക്കം മുറുക്കണ സമയത്ത് തുപ്പാൻ ഉപയോഗിക്കണം. ഇതില് ഫുള്ള് മഞ്ചിന്റെ കുറയ്ക്കാണല്ലോ. എട്ടിക്കൊള്ളിട്ടോ 1 പിന്നെ 2 3 മഞ്ചാവർ എത്ര ഉള്ളു. പിന്നെ വേറെ എന്തൊക്കെ ചെമ്മലും പേപ്പറൊക്കെയാണ്. 3 മഞ്ച്. ഞാൻ ഇപ്പൊ എന്താ പറയല്ലോ വെച്ചാല് നമ്മൾ ഇന്നാള് ഒരു ഷോർട്സ് ഇട്ടീനി കേട്ടോ. അതായത് നിഷ്വക്ക് ബേക്കറി വാങ്ങാൻ ഞാൻ അനുവാദം കൊടുത്തു പറഞ്ഞപ്പോ അത് അന്ന് അങ്ങോട്ട് പോയിട്ടില്ലേനോ, മലപ്പുറത്തേക്ക് പോയിട്ടില്ലേനോ. അപ്പൊ ഞാന് നിങ്ങളോട് മുട്ടായി വാങ്ങി തരാൻ പറഞ്ഞിട്ടില്ലേനോ, ഹോളിൽ ഇരിക്കുമ്പോ തിന്നേണ്ടി വരും എല്ലാരും ഉണ്ട് പറഞ്ഞോണ്ട്. അന്നത്തെ മഞ്ചിന്റെ കവറാണത്. എന്നത്താണെങ്കിലും മഞ്ചല്ലേ. അപ്പൊ ഞാൻ ഇന്നാള് നമ്മള് ഷോർട്സ് ഇട്ടിട്ടില്ലേനോ, നിഷ്വക്ക് ഞാൻ ബേക്കറി വാങ്ങാൻ അനുവാദം കൊടുത്തു പറഞ്ഞു. അപ്പൊ അതിന്റെ അടിയിൽ കുറച്ച് ആൾക്കാർക്ക് വെച്ച് ബേക്കറി വാങ്ങാൻ അനുവാദം കൊടുക്കണ്ടോ എന്നൊക്കെ ചോദിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം എന്താ വെച്ചാൽ നമ്മളൊരു ഹെൽത്തി ലൈഫ് ആക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ ഇതിൻ്റെ അളവുകൾ കുറക്കുക. തീരെ തിന്നലില്ല ഉപയോഗിക്കില്ല എന്നല്ല കേട്ടോ. നമ്മളിത് ഉപയോഗിക്കണത് എന്ത് ചെയ്യലുണ്ട്, മാക്സിമം അതിൻ്റെ ക്വാണ്ടിറ്റി കുറക്കാൻ വേണ്ടി നോക്കലുണ്ട്. അല്ലെങ്കിൽ ആഴ്ചയിൽ 1 വട്ടം അല്ലെങ്കിൽ 2 വട്ടം അല്ലെങ്കിൽ എങ്ങോട്ടേലും പോകുമ്പം അങ്ങനെയൊക്കെ ആക്കി മാറ്റീൻ്റെ ഒരു ഭാഗമായിട്ടാണ് അന്ന് അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഓളോട് ബേക്കറി തിന്നരുത് പറഞ്ഞിട്ട് അന്ന് വാങ്ങി കൊടുത്തപ്പോൾ ഒരു സന്തോഷം ഒന്ന് പ്രകടിപ്പിച്ചു എന്ന് മാത്രം. അത്രേ ഉള്ളൂ സംഭവം. വാ നമ്മൾ ഹോം ടൂറിലേക്ക് തന്നെ തിരിച്ചു വരാം. പിന്നെ ഈ ഒരു സ്പേസിലാണ് നമ്മൾ ഇങ്ങനത്തെ സംഭവങ്ങൾ ഇതൊക്കെ ഇങ്ങനെ കൊടുത്തിക്കണേ. അവിടെയും നിഷ്വ ഞങ്ങൾ എൻ്റെ ഒരു ഫോട്ടോ എടുത്തിക്കണേ. ഇത് ഞാൻ ഖത്തർക്ക് വേൾഡ് കപ്പാണ് പോയപ്പോൾ കിട്ടിയതാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഖുർആൻ ഇതൊക്കെ ഇത് നമുക്ക് അന്ന് ആ കുട്ടി ചെയ്തെന്ന സംഭവം ഇല്ലേനു എനിക്ക് അല്ലേ? ഇത് ഉപയോഗിക്കലില്ലേ? അപ്പൊ ഇത് ഓളൊറ്റക്ക് ഖുർആനാടോ. അതിന്റെ ഒറ്റക്കത്തെ ഖുർആൻ, അത് ബാസിൽ ഖാന്റെ ഒറ്റക്കത്തെ ഖുർആൻ. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് ചെയ്ത് തന്നീല്ലേ വെഡിങ്ങിന് എനിക്കതിൻ്റെ അന്ന്. പിന്നെ എന്താ ഇവിടെ ഒരു ബൊമ്മക്കുട്ടീനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഓളതാട്ടോ. ഇതൊക്കെ ഓള് ഇരുമ്പയിന്ന് ഓളെ വീട്ടിൽ നിന്ന് വന്ന സമയത്ത് എടുത്ത് പോകുന്ന കേട്ടോ. ഇതൊക്കെ അവിടെ
വെക്കണ്ടെന്നൊക്കെ പറഞ്ഞാണ്ട് പിന്നെ അവിടെ ആക്കണ വേറെ ഒന്ന് ഇതൊക്കെ കറക്കിക്കിട്ട് വെച്ചിരിക്കണം. അതായത് എസ്തെറ്റിക്കിന്റെ ഭാഗമായിട്ട് നശ്വന്ത് ചെയ്തിരിക്കണേ ചൊറുക്കൂട്ടലിന്റെ ഭാഗമായിട്ട് സാധനങ്ങളൊക്കെ അപ്പൊ ഒരു ജിറാഫിനൊക്കെ ഇവിടെ എന്ത് ചെയ്തിരിക്കണേ കൊണ്ടുവന്ന് വെച്ചിരിക്കണേ. അതിന്റെ ഉള്ളിൽ ഇനി ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ വേറൊരു സാധനമൊക്കെ ഇതാ. അപ്പോൾ ഇതൊക്കെ നിശ്വന്റെ സംഭവങ്ങളുണ്ട്. പിന്നെ ഫുള്ളോള് ബുക്ക്, ഡ്രസ്സുകൾ, കാര്യങ്ങൾ ഇതൊക്കെ ആയിട്ടുള്ള ഒരു അലമാരിയാണ്. ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, മുമ്പ് എവിടെയോ കണ്ടതുപോലെ ഒരു പരിചയം. ഇതിന്റെ കാറിലടിക്കണാണല്ലോ, ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിക്കണ്. അതുണ്ടല്ലോ കുറച്ച് സ്പ്രേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ഇങ്ങനെ വെച്ചു. ഇത് പിന്നെ എന്റെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇതിന്റെ സ്മെല്ലിന് ഞാൻ അഡിക്റ്റ് ആയി പോയി. അടിപൊളിയല്ലേ? നല്ല സ്മെല്ല്. അതല്ല എന്നോട് പറഞ്ഞത്. പിന്നെ ഞങ്ങളെ ഈ ഫ്രെയിം ഞാൻ എടുത്തു തീർന്നു. നിങ്ങളെ കഴിഞ്ഞ വീഡിയോയിലുള്ള അപവാദം വീഡിയോ ഉണ്ടായി. ഇത് ഇവിടെ തന്നെ ഉണ്ട്. എന്താ എടുത്ത വെച്ചാലേ ഈ ചില്ലും നാളെ എന്ത് ചെയ്തു പൊട്ടിയിട്ട് മാറ്റി വെച്ചേനി, പൊട്ടിച്ചുകൊണ്ട് റെഡിയാക്കി. ഇത് ഏത് വർഷത്തെ ഫോട്ടോ ആവുമെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഗസ് ചെയ്യട്ടോ. ഏത് വർഷം, അതായത് നമ്മൾ ആദ്യം മുതലേ കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാവും എന്നത്തെ ഫോട്ടോ ആണെന്നുള്ളത്. എന്നാൽ വണ്ടീൻ്റെ ചാവികളും കാര്യങ്ങളും വെക്കുന്ന സ്ഥലം. ഇത് പിന്നെ എൻ്റെ സ്കൂളിലത്തെ ടാഗും ഒക്കെ ഇതാക്കണം കേട്ടോ. ഇതാണ് ഞാൻ ഖത്തർക്ക് വേൾഡ് കപ്പിന് പോയില്ലേ, ഖത്തർക്ക് വേൾഡ് കപ്പിന് പോയപ്പോൾ അന്നത്തെ ഹയാക്കാർഡാണത്. ഇത് ഹയാക്കാർഡിൻ്റെ സംഭവമാണ്. ഇങ്ങനെ ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ വലിച്ചു കിട്ടാം. ഇതൊക്കെ ഓളതാട്ടോ, ഇതൊന്നും ഇല്ല കേട്ടോ. ഇത് എനിക്ക് ജോർജിയയിൽ പോയെന്ന ബുക്ക് കൊണ്ടുവന്ന് കൊടുത്തത്. അപ്പൊ ഇതാണ് ഇന്റെ റൂം. ഓക്കെ, ചാർജർ പരിപാടി. ഇതൊക്കെ അന്ന് മറ്റേ എന്താ എന്ത് സൂ ആണ്, മിനിസൂന്ന് വാങ്ങിയത്. മിനിസോ. ഇത് നമുക്ക് ബർത്ത്ഡേ കിട്ടിയ ഒരു സംഭവമാണ്. ഇതാണ് പിന്നെ എന്റെ റൂമത്തെ ബാത്റൂം. സെയിം അതേപോലെ തന്നെ മറ്റേ റൂമിന്റെ കളറൊന്ന് മാറിയെന്ന് മാത്രം. മറ്റേ റൂമിന്റെ അതേപോലെ തന്നെ കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഇവിടെ വരുന്നത്. ഇനി നമ്മൾ നേരെ എന്ത് ചെയ്യാണ്, ഹാളിലേക്ക് വീണ്ടും റിട്ടേൺ എത്തി. ഇനി നമുക്ക് ഇവിടെ വേറൊരു ചെറിയ റൂമുണ്ട്. ഇത് ആരാണ് ഇതിൻ്റെ അടിയിൽ. അപ്പോൾ ഈ ചെറിയ റൂമിൽ പിന്നെ അപ്പം എന്താ വെച്ചാൽ ഇമ്മുവിന് ഒരാവശ്യമിനി താഴത്ത് വലിയ 2 റൂമും പിന്നെ 3 റൂം താഴത്ത് വേണം. അപ്പോൾ ഒന്ന് ചെറുതായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇമ്മ എന്ത് ചെയ്തു, ഇങ്ങനെ താഴത്തേക്ക് ആക്കിയാണ്ട് ഒരു റൂമും കൂടി ഇതാക്കി. അങ്ങനെയാണ് ഈ ചെറിയ റൂം ഇതാക്കല്. അപ്പോൾ ഇമ്മും ഇപ്പൊക്കെ ചിലപ്പം ഇവിടെയാണ് ഒരു കടക്കൽ കേട്ടോ. അപ്പം ഇത് പിന്നെ നമ്മളെ പണ്ടത്തെ ഒരു അലമാരിയാണ് ഇത്. അപ്പോൾ അതൊന്നും ഇമ്മുവിന് അങ്ങനെ കേട്ടോ ഒരു സാധനം ഒഴിവാക്കില്ല. അപ്പോൾ നമ്മളെ ഡ്രസ്സുകൾ തന്നെ നമ്മൾ പഴയ ഇതിൽ ഇടാത്തുണ്ടെങ്കിൽ ഒഴിവാക്കിയാണ്ട് അത് ആരെങ്കിലും വരുമ്പോൾ കൊടുത്തോണ്ടിട്ടോ. അല്ലെങ്കിൽ ഡ്രസ്സ് വെച്ചൊക്കെ ആൾക്കാരൊക്കെ വരുമല്ലോ നമ്മളെ വീട്ടിലൊക്കെ, കൊടുത്തോണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്താൽ അത് കാണാം. പിന്നെ നമ്മൾ നോക്കുമ്പോൾ പിന്നെ അലമാരി കൊണ്ടുവന്നേക്കണം. അത് ഒരു സാധനം ഇവിടുന്ന് ഉണ്ടാവില്ല, പോവില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അലമാര ഉമ്മ പറഞ്ഞു എനിക്ക് ഈ അലമാരനെ വേണം പറഞ്ഞാണ്ട് ഈ അലമാരനെ വെച്ചു. പിന്നെ ഇപ്പം സാധാരണ റൂമിൽ ഇങ്ങനത്തെ സാധനം കൊടുക്കൂല. ഏത് ഇത് ഉമ്മൂൻ്റെ നിർബന്ധത്തിന് ഈ റൂമിൽ മാത്രം കൊടുത്തൊരു സാധനമാണ്, മറ്റേ റൂമിലൊന്നും ഇല്ല. പണ്ടത്തെ നമ്മുടെ വീട് കയറ്റുന്ന സമയത്ത് നമ്മൾ ഇങ്ങനത്തെ ഇത് കൊടുക്കുക, എന്താ ഇതിന് പറയാ, റാക്ക്. അപ്പം ഉമ്മ പറഞ്ഞു ഈ റൂമിൽ എന്തായാലും എനിക്ക് റാക്ക് വേണം പറഞ്ഞാണ്ട് ഇതിൻ്റെ റൂമാന്നൊക്കെ പറഞ്ഞാണ്ട് എന്ത് ചെയ്തു ഇവിടെ ഇതാക്കി. പിന്നെ മറ്റേ 2 റൂമിൽ AC വെച്ചിരിക്കണേ. ഈ റൂമിൽ ഉമ്മ പറഞ്ഞു ഇവിടെ AC ആവശ്യമില്ല, കാരണം ഒന്നാമത് ഇവിടെ ആരും ഉണ്ടാവില്ല. ആ റൂം പറഞ്ഞാൽ താത്തയിലേക്ക് വരുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, താത്തയിലേക്ക് ഇതുള്ളൂ. അല്ലെങ്കിൽ ഇമ്മും ഇപ്പൊക്കെ ആ AC റൂമിൽ തന്നെയാണ് എന്ത് ചെയ്യുക, ഒരു കിടക്കുക. അല്ലാതെ ഫുൾ ടൈം ഇവിടെ അല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചെറിയ റൂമിൽ എന്ത് ചെയ്യാത്തത്, ഇവിടെ AC യൂസ് ചെയ്യലില്ല, ഫുൾ ടൈം യൂസ് ചെയ്യലില്ല. ഇവിടെ പിന്നെ ഉമ്മ ഓതാ വേണ്ടിയാണ്ട് ഇങ്ങനെ ഇരിക്കുക, അങ്ങനെയുള്ള കുറച്ച് പർപ്പസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഇവിടെ ഉപയോഗിക്കലുള്ളൂ. കൂടുതലും ആ 2 റൂം മാത്രമേ ആളുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഈ റൂമിൻ്റെ കഥ. ഇവിടെ പിന്നെ ഉമ്മുവിൻ്റെ കുറേ വാസ്ലീന് അങ്ങനത്തെ മേത്ത് തേക്കണ കൊയമ്പ് പരിപാടി കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇത് പിന്നെ ഹാളത്തെ ബാത്റൂം കേട്ടോ. ഇതാണ് ഹാളത്തെ ബാത്റൂം വരുന്നത്. പിന്നെ അവിടെ ഒരു ബാത്റൂം എടുത്തു. പിന്നെ ഇങ്ങനെ നേരെ ഒരു അടുക്കളയ്ക്ക്. ഇവിടെ നമ്മൾ വീണ്ടും ഒരു ചെറിയ അടുക്കളയ്ക്ക് വന്നിട്ടോ. അതായത് ഇവിടെ ഒരു അടുക്കളയും പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ വർക്ക് ഏരിയ പിന്നെ എടുത്തിട്ട് നമ്മൾ ചെയ്തത്. അപ്പോൾ അതാണ് നമ്മളെ അടുക്കള വരുന്നത്. ഇവിടെ എന്താ വെച്ചാൽ ഇമ്മുവിൻ്റെ ലോകാണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഏതോ കാലത്ത്
ഒരിക്കലും വരാത്ത കുറച്ച് കുടുംബക്കാർക്ക് വേണ്ടി വരുമ്പോൾ എടുക്കാനുള്ള കുറച്ച് പാത്രങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതായത് ഇതിലൊന്നും ഇന്ന വരെ ഞാൻ ചോറും ചായയും വെള്ളമൊന്നും ഞാൻ കുടിച്ചിട്ടില്ല കേട്ടോ, ഒരു പാത്രത്തിൽ ഇതാ. അപ്പം അങ്ങനെ ഏതോ കാലത്ത് ഒരിക്കലും വരാത്ത കുറച്ച് കുടുംബക്കാർക്കും വേണ്ടി എടുത്ത് വെച്ച കുറച്ച് ഗ്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ എടുത്തേക്കണേ? ഇതെന്താ കെറ്റില്? എവിടാ? ഇതാ ഇവിടെ ഉണ്ടല്ലേ, ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെയൊക്കെയാണ് അത് ഗ്ലാസ് മാത്രം കേട്ടോ. ഇവിടെയൊക്കെ അതാ കുറേ പാത്രങ്ങൾ. ഈ പാത്രത്തിലൊക്കെ ഇന്ന് എനിക്കൊരു ചോറ് തരുമോ? പൂതി കൊണ്ട് കേട്ടോ. ഇതാ ഇവിടെ കുറച്ച് പാത്രങ്ങൾ, ഇനി ഇതാ ഇവിടെ അതാ കുറേ പാത്രങ്ങൾ. ഈ ജഗ്ഗിലൊക്കെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് മരിച്ചിട്ട് കുടിച്ചാൽ പറ്റിയ മതി. കാരണം എന്താ പറയുക, ഇതൊന്നും ഇവിടെ ഇങ്ങനെ കാണാന്നല്ലാതെ നമുക്ക് കിട്ടുന്നില്ല. അതാ ഇവിടെ അങ്ങനെ. പിന്നെ ആയിക്കൂടെ ഒക്കെ എന്താ എനിക്ക് അറിയില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിലും പാത്രങ്ങളാണ്. ഇതാ അവിടെയും പാത്രം, ഇത് കാണില്ലല്ലോ. അത് അതിന്റെ ബാക്കി തന്നെയാണോ തോന്നിട്ട്. ഇതിലെന്തോക്കട്ടെ, ഇവിടെയൊക്കെ അതേപോലെ തന്നെ എന്തൊക്കെയാ അതിൻ്റെ ഉള്ളിൽ നിറച്ച് വെച്ചിരിക്കണം. ഇതിലൊക്കെ നോക്കട്ടെ. ഇങ്ങനൊരു ഹോം ടൂർ, അതായത് ഈ സാഹസികമായ ഹോം ടൂർ ആട്ടോ കേട്ടോ. പാത്രങ്ങൾ കേട്ടോ, എന്താ കുറെ ഗ്ലാസ്സുകള്, എന്തൊക്കെ ജഗ് മഗ്. ഇത് പിന്നെ നമ്മളെ വീടിന്റെ ഒരു രഹസ്യം അറിയണം. ഇത് കണ്ടിക്കണത് ഏത്? അതിന്റെ ഉള്ളിൽ ഒരു ലോകാണ്. അതായത് ഇങ്ങനെ കണ്ടാ നിങ്ങൾക്ക് ചെറിയ അറിയിട്ട് തോന്നുമെങ്കിലും ഇതെന്താ വെച്ചാല് അതൊക്കെ ഉണ്ട് മോളെ. മാതാവിന്റെ പോലീസുകാർ വിളിച്ചേക്കൂലേ, അതേമാതിരി ഞാൻ വല്ല കുറ്റകൃത്യം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വന്ന് വിളിച്ചിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ട് കേട്ടോ. അത് ഇതിഞ്ഞ് പോലീസുകാർ ഇരുന്ന് കാണുമ്പോണോ ആദ്യം വന്ന അവിടെ തന്നെ അപ്പോ അത് പിന്നെ നമ്മളെ കിണർ കിട്ടതാ കാണുന്നുണ്ടോ? നേരെ ബാക്കിൽ തന്നെ നമുക്ക് കിണർ വരുന്നത്. ഓ പണ്ടൊരു കിണറുണ്ടായി നമുക്ക്. അതായത് ഈ അടുക്കള നിൽക്കണ കല്ലിട്ട് കണ്ട് വീഴ്ത്തി വീഴ്ത്തി കല്ല് ചാടുണ്ട് പറഞ്ഞു കണ്ട്. അതന്നെ സ്റ്റോർ റൂം തുറക്കണ്ട, സ്റ്റോർ റൂം തുറക്കണ്ട, തുറക്കരുത്. പറഞ്ഞാല് സാധനങ്ങൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന റൂമാണ്. തുറക്കരുത്, നോ. എന്താണ് സ്റ്റോർ റൂം കാണിച്ചു തരൂല. ചെറിയൊരു റൂമാട്ടോ സ്റ്റോർ റൂം. അതിൽ കുറച്ച് അരി സാധനങ്ങളും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് സ്റ്റോർ റൂം. പിന്നെ പ്രത്യേകിച്ച് ഒന്നും കാണാനല്ല, അതുകൊണ്ട് നമുക്ക് അടുത്ത സ്ഥലത്ത് പോകാം. അതാണ് നിങ്ങൾക്ക് നല്ല തടിക്കല്ലത്. പിന്നെ ഇതാ ഇവിടെ ഇതാ ചെരുപ്പുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിക്കണേ. എല്ലാം കഴുകി വൃത്തിയാക്കി. നിങ്ങളെ ആരൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചാണ് അല്ലേ? അപ്പൊ ഇത് നമ്മൾ പിന്നെ എടുത്താട്ടോ, അത് വർക്ക് ചെയ്യില്ല. ഇത് പിന്നെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. കാരണം പിന്നെ നമ്മള് വ്ളോഗ് എടുക്കുന്ന സമയത്തൊക്കെ ലൈറ്റോ വെളിച്ചം കുറവുണ്ടാവും. വെളിച്ചല്ലേ മതി. അപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ ഈ ഒരു വർക്ക് ഏരിയ പിന്നെ അടുത്താണ്. അതെന്താ വെച്ചാൽ നമ്മൾ വീട് ഉണ്ടാക്കിയ സമയത്തേ ഈ സ്ക്വയർ ഫീറ്റ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ വീട് ഉണ്ടാക്കുന്ന സമയത്ത് അതായത് 3000 സ്ക്വയർ ഫീറ്റിൻ്റെ മേലെ പോയാൽ നമ്മൾ ആഡംബര നികുതി അടക്കണം വീടിന്. അപ്പോൾ അത് 5000 ഒന്നല്ല, ചിലപ്പോൾ അതിലേറൊക്കെ ഭാവിയിൽ ചിലപ്പോൾ ഈ ആഡംബര നികുതിയൊക്കെ കൂട്ടും ഒക്കെ ചെയ്യും. വെറുതെ നമ്മൾ എന്തിനാ പൈസ എടുക്കണേ? നിൽക്കാനൊരു പേര അത്യാവശ്യം സൗകര്യത്തിൻ്റെ പേര പോരെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, നമ്മൾ 3000ന്റെ മേലെ പോവാതെ ശ്രദ്ധിച്ച്. ഇപ്പൊ ഈ വർക്ക് ഏരിയ കൂടി എടുത്തപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് എടുത്തത്. 2800 2900 അങ്ങനെ അത്രേ ഉള്ളൂ. 3000 എന്താ ലക്ഷറി ടാക്സ് വരൂല. ആ രൂപത്തിൽ ആണ് എന്ത് ചെയ്ത്. പിന്നെ ഇതാ ഇതിൽ കൂടെ ഒക്കെ ഇങ്ങനെ കുറേ സംഭവങ്ങളും റാക്കുകളും ഇതൊക്കെ ഇങ്ങനെ കൊടുത്തു ഇതാക്കി. ഇത് പിന്നെ മറ്റേ പുകല്ലാത്ത അടുപ്പോ, അതിൻ്റെ ഉള്ളിൽ വറകും പരിപാടിയും ചെകിരി ഇതൊക്കെ കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ ഇത് കൊടുത്തിക്കണേ. ഈ ഗ്ലാസ്സിനൊന്നും ഞാൻ ചായ കുടിച്ചില്ല കേട്ടോ ഇന്ന് വരെ. ഇതിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയണ്ടപ്പാ. പിന്നെ ഇവിടെ പാത്രത്തിൻ്റെ ഇത് ഇവിടെ ഇങ്ങനെ ഒരു സിങ്ക് കൊടുത്തു. ഇതെന്തിനാ ഈ സാധനം? എന്താണ് എന്റെ കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടില്ല. ഇതെന്തിനാ വെള്ളം പോരാനോ ചോർന്ന് പോകാനോ? അല്ല, എന്തെങ്കിലുമൊക്കെ കഴുകി കണ്ടൊക്കെ വെക്കാൻ വേണ്ടി കണ്ടു. ഇത് കണ്ടിട്ടില്ല. വാ അടുക്കളയിൽ എപ്പോഴേലൊക്കെ വരും. അപ്പം ഇതാണ് ഇങ്ങനെ വരുന്നത്. ഇനി ഇതിന്റെ ബാക്ക് ഭാഗം ഇതാ. ബാക്കിൽ പിന്നെ
റബ്ബറും കാര്യങ്ങളും. ബാക്കിലൊന്നുമില്ല, കിണർ ഇവിടെ ഇങ്ങനെ ചെറിയൊരു മതിലൊക്കെ ഇങ്ങനെ കൊടുത്താണ്ട് പിന്നെ റബ്ബറും ഇതൊക്കെയാണ് കേട്ടോ ബാക്ക് കൂടെ വരുന്നത്. ഇനി നമ്മൾ റെഡിയാക്കണം. ഈ വ്യൂ നമുക്ക് മേലെന്ന് കിട്ടും, മേലെന്ന് കാണിച്ചു കൊടുക്കാം. വാ, മുറ്റം ഇനി കുറച്ച് പണികളുണ്ട്. പണികൾ ഇനി ശരിക്കും അത്യാവശ്യം പണികളുണ്ട്, നമുക്ക് മെല്ലെ മെല്ലെ ഇങ്ങനെ എടുക്കാൻ വിചാരിച്ചിട്ടാണ്. പിന്നെ ഒന്നിപ്പം അത്യാവശ്യമില്ലല്ലോ, ജീവിക്കാൻ ഇപ്പം ഇതൊക്കെ തന്നെ മതി. ഇതൊക്കെ കണ്ടില്ലേ? വാ, ഇനി നമ്മള് മുകളിലേക്ക് ഇറങ്ങും കേട്ടോ. ഇതിലെങ്ങനെ നമ്മൾ സ്റ്റെപ്പ് കയറുന്നു. ഞാൻ ഓഫാക്കിയല്ലേ ചേച്ചി? നിങ്ങൾ ഓഫാക്കിയതാ? ഏത് ഓഫാക്കണത്? അല്ല, ഓഫാക്കിയല്ല, അറിയാതെ. യേശുവായോ? വാ, ആദ്യം ഈ റൂമിക്ക് വാ. ഐശ്വ എടി ഇങ്ങോട്ട് വാ. ഇവിടെ യൂസ് ചെയ്യലില്ലല്ലേ? അപ്പം ഈ റൂം എന്ന് പറഞ്ഞാൽ നമ്മൾ മേലെ അന്ന് 2 റൂമാണ് എടുത്തത്. ഇത് നമ്മളെ പ്ലാനിലില്ലാത്ത റൂമുകളേനി. അപ്പോൾ എന്താ വെച്ചാൽ ഇമ്മ പറഞ്ഞ് ഏതായാലും നമ്മൾ എടുക്കല്ലേ, അപ്പോൾ പിന്നെ ഈ റൂം ശരിക്കും ഇവിടെ ഇല്ലേ, ഇത് പിന്നെ എടുത്താ കേട്ടോ. ഈ റാക്കും ഇമ്മുവിൻ്റെ പണിയാണ് കൊടുപ്പിച്ചത്. ഈ മേലത്തെ റൂമിൽ റാക്കുമാണ് പറഞ്ഞാണ്ട് പിന്നെ കൊടുപ്പിച്ചത്. അപ്പോൾ ഇത്രയും ടെറസ് കഴിഞ്ഞിടക്കേന് ഈ ഒരു റൂം മേലത്തെ ഒരു റൂം മാത്രമേ ഉള്ളൂ ഇനി അവിടെ. അതിൽ പറഞ്ഞാണ്ട് ഈ ഒരു റൂമും കൂടെ എന്ത് ചെയ്ത് അന്ന് എടുത്തിട്ട് വെച്ചാൽ നമുക്ക് ഭാവിയിൽ ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ ഇനി ആരെങ്കിലും കുടുംബക്കാരൊക്കെ വരുമ്പോഴൊക്കെ ആവശ്യം വരും എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്താണ്, അല്ല അങ്ങനെ പറഞ്ഞെടുത്തിട്ടാണ്. എന്നിട്ട് ഇപ്പൊ ഇതിൽ നിൽക്കാൻ ആളില്ല. ആർക്കെങ്കിലും ഷൂ ആണെങ്കിൽ എനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അയച്ചു തരും. ഇതിലേത് നിങ്ങള് ഇവരൊക്കെ പറയണ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് റൗണ്ട് ചെയ്ത് അയച്ചാൽ ഞാൻ സെൻഡ് ചെയ്ത് തരണ്ടേ. ഇതൊക്കെ ഏതാ സൈസ്? സൈസ് പറഞ്ഞിരിക്കും. യൂസ് ചെയ്യലില്ല. ഇത് പിന്നെ ഉപയോഗിക്കാത്ത സംഭവങ്ങളൊക്കെയാണ്. കാരണം ഈ സാധനം ആരെങ്കിലും കണ്ടിരിക്കണം. അപ്പൊ നമ്മളെ പണ്ടത്തെ ഇത് കാണാത്ത ഇപ്പത്തെ കുട്ടികളെ കാണാത്തേ ഉള്ളൂ, പണ്ടത്തെ താത്താരും ഈ റൂം നമ്മൾ യൂസ് ചെയ്യാതെ ഫുള്ള് കൊണ്ടുവന്നിടാൻ വേണ്ടി മാത്രം വെക്കണം. ആരും കേരളില്ല, ഇങ്ങോട്ട് വരലനല്ല. ഞാൻ തന്നെ കുറെ ദിവസത്തിന് ശേഷം ഇങ്ങോട്ട് വരുന്നത്. ആരും കേരളില്ല. അപ്പൊ ഈ മറ്റേ ചിരട്ട കത്തിച്ചുകാണ്ട് ഉള്ളിൽ കിട്ടാണ്ട് തേക്കൂലേ, അപ്പൊ എന്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ കുറെ തേച്ചു. ബാസിൽഖാനെ പണ്ട് തേച്ച് പോയ പെൺകുട്ടികളെ സ്മരിക്കാൻ വേണ്ടി വെച്ചതാണ്. അതെ അതെ ശരി. അപ്പൊ അങ്ങനെ ഒരു തേപ്പെട്ടി നമ്മളവിടെ വെച്ചിക്കണേ. പിന്നെ ഇതിൽ ഇതാ കൊറേ എന്റെ ഫ്രെയിമുകളാണ് കേട്ടോ അതൊക്കെ ഈ കവറില് കാട്ടി കൊടുക്കില്ലേ അസുറു കാക്കാന്റെ ഒക്കെ ഫോട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ ഇത് റിമോട്ട്, പിന്നെ ഇതിൽ കുറെ പുസ്തകവും കാര്യങ്ങളും. ഇത് പിന്നെ എന്താ വെച്ചാല് നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തൊരു ഷൂ ആയിന്. അതായത് വെറുതെ കണ്ടപ്പം ചെയ്തേനി. ഞാൻ അങ്ങനെ ഷൂ ഞാൻ ഒരിക്കലും ഓൺലൈനിൽ നിന്ന് എടുക്കലില്ല കേട്ടോ. എടുക്കുകയാണെങ്കിൽ തന്നെ മറ്റേ ഒറിജിനൽ സാധനം പ്യൂമ കാര്യങ്ങളൊക്കെ മാത്രമേ എടുക്കലുള്ളൂ. പക്ഷെ ഇത് ഞാൻ അങ്ങനെ വെറുതെ കണ്ടപ്പോൾ എനിക്കറിയാതെ പാളൊന്നും അറിയാൻ എന്നാലും എടുത്തേനി. പറഞ്ഞ പോലെ തന്നെ ക്വാളിറ്റി ഒന്നുമില്ല, ഏകദേശം പാളിയൊരു സംഭവം തന്നെയാണ്. പക്ഷെ എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇടാനും പറ്റുന്ന സാധനം, അത്ര നല്ല ക്വാളിറ്റി ഇല്ല എന്ന് മാത്രം. അപ്പോൾ ഇന്നലെ കിട്ടിയിട്ടുള്ളൂ അത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചില്ലേ. വാ, ഇത് പിന്നെ പണ്ടത്തെ അലമാരകൾ, അതായത് താഴത്ത് മറ്റേ അലമാരയൊക്കെ വെച്ചപ്പോൾ പണ്ടത്തെ അലമാരകൾ കംപ്ലീറ്റ് എന്ത് ചെയ്തു ഇങ്ങോട്ട് കയറി. പിന്നെ അതാ ഇതിനും ഒരു ബാത്റൂം ഇതാ അവിടെ കൊടുത്തേക്കാണ്. ഇത് ഉപയോഗിക്കലല്ല കേട്ടോ, ഈ ബാത്റൂമൊക്കെ ആരും വരലല്ല. അപ്പോൾ ഇവിടെ ഒരു ബാത്റൂം ഇങ്ങനെ കൊടുത്തേക്കാണ്. എനിക്ക് ഓർമ്മയുണ്ട് ഈ സാധനത്തിനൊക്കെ നല്ല വിലയാണ്. അതായത് നമ്മൾ ഈ ബാത്റൂം എന്ന് പറയുമല്ലോ, ഒരു വീട്ടിൽ 5 ബാത്റൂം ഉണ്ടെങ്കിൽ മിനിമം ഒരു 5-6 ലക്ഷം റുപ്യ വരും. അതിലത്തെ സാധനങ്ങളൊക്കെ വാങ്ങി. അതായത് ഒരു ബാത്റൂമിന് മിനിമം 1 ലക്ഷം റുപ്യെങ്കിലും നമ്മൾ കണക്ക് കൂട്ടണം. അപ്പോൾ 5 ബാത്റൂം ഉണ്ടെങ്കിൽ 5 ലക്ഷം റുപ്യ ബാത്റൂമിന് തന്നെ വരും. കുഴപ്പമില്ലാത്തൊരു ഇതൊന്നും ഇപ്പോൾ ഇത്ര വലിയ സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പക്ഷെ അങ്ങനെ ആക്കണമെങ്കിൽ വരെ എന്ത് ചെയ്യും, ആ ഒരു പൈസ നമ്മൾ മനസ്സിൽ കാണണം. പിന്നെ വാ, ഇതാണ് ഹാളത്തെ. ഇതിന്റെ ലാപ്ടോപ്പ് പഴയ വീടിന്റെ ടേബിൾ ഇങ്ങോട്ട് മേലെ കിട്ടാണ്. പണ്ടത്തെ ടേബിൾ ഇങ്ങോട്ട് മുകളിലേക്ക് കിട്ടാണ്. അപ്പം ഇതിന്റെ പഴയ ലാപ്ടോപ്പ് ഉണ്ടോ? ഇത് ചിന്നാൾ തുറന്നു നോക്കിനോ? റിദൂസ് കാണിച്ചു തന്നെ കുറെ ഫോട്ടോസും കാര്യങ്ങളും. ഇതിന്റെ പണ്ടത്തെ ഫോട്ടോസ് ഒക്കെ അല്ലേ നെട്ടണ ഇതുണ്ട്. അപ്പോൾ അത് നെസ്വന്റെ ലാപ്ടോപ്പാണ്. അത് തുറന്നാ വേറെ കിട്ടും. ഇതിന്റെ ഹോം തിയേറ്റർ കേട്ടോ. അതായത് ഇതിന്റെ ചരിത്രം പറഞ്ഞു. ഞാൻ നാട് വിട്ടുപോയ ഹോം തിയേറ്റർ. അത് ഹോം തിയേറ്റർ വാങ്ങി തരായിട്ട് ഞാൻ നാട് വിട്ടുപോയി. എങ്ങോട്ടോ നിലമ്പൂർക്ക് നാട് വിട്ടുപോയി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് പിന്നെ ആരും വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല മൂപ്പരാക്ക. ആകെ പേടുള്ളത് ഒരു അമ്മോനാണ് കേട്ടോ. എന്നിട്ട് അമ്മ ഫോൺ വിളിച്ചപ്പോ വേഗം ഫോൺ എടുത്തേക്ക.
മാൻകാക്ക വിളിച്ചോണ്ട് പറഞ്ഞ് ഇത്ര സമയം കൊണ്ട് ഇവിടെ എത്തണം പറഞ്ഞു. പറന്നെത്തിക്കണേ അതിലെന്ത് ചെയ്ത് നമ്മളെ നാടോടിലൊക്കെ അവസാനിപ്പിച്ച് തിരിച്ചു പോകുന്നത്. ഈ ബാസിൽക്കാരുടെ ചെറുപ്പത്തിലെ കുറെ കഥകളുണ്ട്, പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് കുറെ കഥകളുണ്ട്. ഇപ്പൊ ഇതൊക്കെ പറഞ്ഞാൽ മതി. അപ്പോ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഹോം തിയേറ്ററിൽ കൊണ്ടുവന്ന് വെച്ചിക്കണേ, ഇതെന്താ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിക്കണേ ഇതുണ്ടെന്ന് വെച്ചാല് ഇതിന്റെ റൂമിൽ വെച്ച് സാധനം ഇതൊക്കെ. പക്ഷെ അന്നെ ബ്ലൂടൂത്ത് ഒന്നും ഇല്ല, ഇത് ബ്ലൂടൂത്ത് ഇല്ല, ഇതിന് ഓക്സിലറി കേബിൾ കുത്തലാണ് ഇത്. പിന്നെ ഈ റൂമാണ് ശരിക്കും ഞാൻ എനിക്ക് കരുതിയ റൂം. പക്ഷെ നിങ്ങള് മാത്രം പറഞ്ഞു, ഞാൻ എന്താ വലിയൊരു അതല്ല അന്ന് ഞാൻ കണ്ടുള്ളൂ. ഇങ്ങോട്ട് ഭാവിയിൽ ഒരാള് വരും വിചാരിച്ച് കണ്ണാടൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, ഇങ്ങോട്ട് കണ്ണാടി. അതായത് ഈ റൂം ഇന്റെ റൂം ആയതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത് തരും ഇങ്ങോട്ട് വാ. ഇവിടെ മറ്റേ സംഭവമൊക്കെ കൊടുത്ത്, അതായത് നമുക്ക് ചാർജിങ്ങിന്റെ കേബിൾ എന്ത് ചെയ്യാം ഡയറക്റ്റ് നമുക്ക് അതിമ കൊടുത്തുകൊണ്ട് ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും. അന്നിങ്ങനെ മനസ്സ് കണ്ടു ഇവിടെ ഇങ്ങനെ എന്റെ ബെഡ് ഇതാ ഇവിടെ ഇങ്ങനെ. പിന്നെന്താ വെച്ചാല് അതായത് നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹിക്കാറ് നമ്മളെ ബെഡിനോട് ചാരിയിട്ട് എന്ത് കിട്ടുക, ചാർജിങ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ കിട്ടുകയെന്നുള്ളത്. അപ്പൊ ആ ഒരു സാധനം ഇല്ലോണ്ട് തന്നെ ഞാൻ ഇവിടെ ഇത് കൊടുപ്പിച്ചത്. അപ്പൊ ഇത് ഒരു റൂമിലില്ലാത്തൊരു സാധനമാണിത്, ഈ റൂമിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്താ വെച്ചാൽ എൻ്റെ റൂം ആക്കണം എന്ന് വിചാരിച്ച റൂമാണ്. പക്ഷെ ഇപ്പം എനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ പറയട്ടെ, മേലത്തെ റൂമിൽ നിൽക്കാൻ എനിക്ക് ഒരു താല്പര്യമല്ല, താഴത്തെ റൂമാണ് നമുക്ക് സൗകര്യം. പിന്നെ എന്താ വെച്ചാൽ ഇവക്കും തീരെ താല്പര്യമില്ല, പോളൊന്നിന് ശേഷം പോക്കും തീരെ താല്പര്യമില്ല കേട്ടോ മേലക്ക് അല്ലേ, മേലക്ക് കയറണ. പിന്നെ എന്താ വെച്ചാല് താഴത്ത് പിപ്പിയും ഒറ്റക്കല്ലേ ഉണ്ടാവുള്ളൂ, മേലെ കയറിയാല് താഴെയായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല. അതെ അതെ. പിന്നെ ജസ്റ്റ് ഒന്ന് കടക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ മേലെ കയറണം. പിന്നെ ഒന്നാമത്തെ കാര്യം എന്താ, ഇവിടെ വൃത്തിയാക്കണ്ടേ, താഴെ മാത്രം എനിക്ക് ഇവിടെ നോക്കണ്ടല്ലോ. അപ്പൊ ഓടുണ്ടല്ലോ അപ്പൊ ഇതില് അതൊക്കെ കേട്ടോ, ഇവിടുത്തെ വൃത്തിയാക്കല് അവിടെ ഒഴിവായി കിട്ടും. ഒന്നാമത് ആകെ 4 ആൾക്കാരുള്ളൂ. പിന്നെ എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിച്ചാൽ വരെ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ പാടുകളൊക്കെ എന്താണോ ഫുട്ബോൾ കിട്ടിയത് കൊറോണ സമയത്ത്. ഞാൻ ഇതിന്റെ ഉള്ളില് കൊറോണ സമയത്ത് ഞാൻ എന്ത് ചെയ്ത് ഇതിന്റെ ഉള്ളിലൂടെ ഫുട്ബോൾ തുടങ്ങി. അപ്പൊ ഓരോ ഫുട്ബോളിന്റെയും പാട് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ കാണാം, അതിലൊക്കെ കാണാം. ഇതൊക്കെ നമുക്ക് ഫുട്ബോളിന്റെ പാടുകൾ കാണാൻ പറ്റും. ഇത് പിന്നെ നമ്മൾ ഇപ്പോൾ തേക്കാൻ വേണ്ടി ഇവിടെ ഇസ്തിരിപ്പെട്ടി. പിന്നെ എൻ്റെ റൂം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ വേറെ സെറ്റപ്പ് ഉണ്ട്, ഹാൻഡ് ഷവർ. ഹാൻഡ് ഷവർ ആക്കി താഴത്തേക്ക് എടുത്തോളി. അതായത് ആ ഇത് ഓഫ് ആയിക്കടി എടി, ഈ സാധനം ഓഫ് ആയിക്കാം, എക്സോസ്റ്റ് ഫാന് നല്ല സൗണ്ട് ഉണ്ട്. അപ്പൊ എൻ്റെ റൂം ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, മറ്റു ബാത്റൂമിലൊന്നും ഇല്ലാത്തൊരു സംഭവമാണ് ഈ ഹാൻഡ് ഷവർ. ഇത് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ചോട്ടെ, ആഗ്രഹം കൊണ്ടാണ് ഇങ്ങോട്ടാക്കിയാണ്ട്. ഓ വെറുതെ ഷോ. അന്ന് ഞാൻ മാനോക്കനോട് ഇതിനുള്ളിൽ ഹാൻഡ് ഷവർ കൊടുത്തോളിയാണ്. ഇതിന്റെ പവർ ഇതെങ്ങനെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിന്മേ 2-3 മോഡ് ഉണ്ട് കേട്ടോ, ഒന്ന് അങ്ങനെ ഒന്ന് ഇങ്ങനെ, അതിങ്ങനെ മോഡ് മാറ്റി കൊടുക്കാനൊക്കെ പറ്റും. അപ്പൊ ഏതായാലും അല്ല അതിന് താഴത്തേക്ക് വെക്കാൻ പറ്റുമോ? വെക്കാനൊക്കെ പറ്റും. പിന്നെ മിററിന്റെ അല്ല ചെറിയ ഇതിന്റെ മുന്നിലൊക്കെ ഓരോ മിററൊക്കെ കൊടുപ്പിച്ച്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ വീടിന്റെ മുകൾ ഭാഗം. ഇനി മുകളിലുള്ള 2 റൂം ഇതാട്ടോ. ഇനി ഇവിടെ ഒരു സീറ്റ് ഔട്ട് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അത് ആരും അങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കൂല, ആർക്കും അങ്ങനെ അറിയൂല. ഇത് കണ്ടിട്ടുണ്ട് ഇവിടുത്തെ സീറ്റ് ഔട്ട്. പിന്നെ നിങ്ങളെ കാണാത്ത ഞാൻ സത്യം പറഞ്ഞ ഇങ്ങോട്ട് വന്നിട്ട് കുറെ കാലം കേട്ടോ. അല്ലേ അയച്ചോ കുട്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഞാനപ്പോ നോക്കിയാൽ നമുക്ക് ഇതെന്താ ഓഫീസ് റൂം അല്ലേ. അതായത് മേൽക്കൊന്നും ആരും കയറില്ല നന്നേ ഞാൻ 6th സെൻസ് കൊണ്ട് എന്ത് ചെയ്തു മനസ്സിലാക്കി. എന്നിട്ട് എന്ത് ചെയ്തു, പിന്നെ സീറ്റ് ഔട്ട് ചെറിയ സീറ്റ് ഔട്ട് മതിയായിരുന്നു. നിങ്ങളത് ചെറുതാക്കിയതില്ലേ, നിങ്ങൾ ശരിയാക്കി തരാം. ഇനി ഇതിന്റെ മേലെ മറ്റേത് പതിപ്പിച്ചാൻ വേണ്ടിട്ടാണ്. ഇപ്പൊ കൊറേ പുതിയ സാധനങ്ങളൊക്കെ വന്നിട്ടോ. ചിരിക്കി ആ അതെന്താ സംഭവം. ഇന്നലെ ഞങ്ങൾ ഈവനിങ് ചായ കുടിക്കാൻ പോയില്ലേ, ഞാനും മൂത്താപ്പയും ഫിബ്ദാത്തിയോരൊക്കെ. അതില് ചായ കുടിക്കാൻ പോയപ്പോ എന്താ നമ്മള് ചായ ഭയങ്കര ക്രൗഡ് ആയിരുന്നു അവിടെ. എനിക്ക് ഈ ക്രൗഡ് കാണുമ്പോൾ ഒരു ചെറിയൊരു ഗതികേടുണ്ടല്ലോ. അപ്പൊ ഭയങ്കര ക്രൗഡ് ആയിരുന്നു. അപ്പൊ ഒന്നാമത് ചായ കുടിക്കാൻ തന്നെ എങ്ങനെയോ കുടിച്ചിറങ്ങിയതാണ്. അതിന്റെ അപ്പുറത്ത് പാനിപൂരി ഉണ്ട്. അപ്പൊ റിദൂസിന് പാനിപൂരി വേണം പറഞ്ഞു. അങ്ങനെ ഞങ്ങള് പാനിപൂരി കഴിക്കാൻ വേണ്ടിട്ട് അവിടെ നിൽക്കണേ.
അതിൽ ഞാൻ തിരിഞ്ഞാ നിക്കണത് പറയുമ്പോ അതിലൊരു വലിയ ക്രൂയിസറാ തോന്നുന്നുണ്ട്, നിറച്ച ആൾക്കാര് കുറെ താത്തവരും കുട്ടികളൊക്കെ വന്നിട്ടോ. അപ്പൊ ഇനിയിപ്പോ നിങ്ങളിട്ട് വിചാരിച്ചിട്ട് എന്താന്നൊന്നും അറിയില്ല, ഒരു കയ്യും കാലൊക്കെ കാട്ടി അവിടെ ഇറങ്ങി എന്തായാലും. അങ്ങനെ ഇറങ്ങിക്കാണ്ട് ഇവരൊക്കെ കൂടി ഇങ്ങനെ കണ്ടപ്പോ എനിക്ക് നെഞ്ഞെടുക്കാൻ തുടങ്ങി പേടിച്ചിട്ട്. എനിക്ക് ഭയങ്കര പേടിയാവാൻ തുടങ്ങി. അതില് ഞാൻ വേഗം തീറ്റൊക്കെ കഴിഞ്ഞാണ്ട് വേഗം കാറിൽ പോയിരുന്നു. എനിക്ക് അവരോട് സംസാരിക്കാം. ഇനിയിപ്പോ ഇന്നെ കണ്ടിട്ട് ഇറങ്ങിയതാണോ അതോ ഇനിയിപ്പോ നിങ്ങളെ എക്സ്പെക്ട് ചെയ്തിട്ട് ഇറങ്ങിയതാണോ ഒന്നും അറിയില്ല. അപ്പോ അതാണ് ഇന്നലെ ചിന്നോട് വന്നാണ്ട് പറഞ്ഞത്, വർത്താനം പറയാൻ പറ്റിയില്ല, സങ്കടമായി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട്. അപ്പൊ ഞാൻ താത്താര് ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതാണ് സംഭവിച്ചതെന്നൊന്നും മനസ്സിലാക്കി. അല്ല, കൊറേ ആൾക്കാർ ചിലപ്പോ എന്നോട് വന്ന് വർത്താനൊന്നും പറയില്ല. അപ്പൊ നിങ്ങളോട് തന്നെ പറയില്ലല്ലോ ഓള് വർത്താനം പറയില്ല തോന്നുന്നു. പക്ഷെ അങ്ങനെയൊന്നും അല്ല. എന്നോട് ഇങ്ങോട്ട് വന്ന് വർത്താനം പറഞ്ഞാൽ ഞാൻ നല്ലോണം പറയും. എനിക്ക് പേടിയായിട്ടാണ് സത്യമായിട്ട്. എനിക്ക് ചിരിക്കാനും സംസാരിക്കാനും പേടിയാണ്. പക്ഷെ ഒരു വട്ടം ചിരിച്ച് സംസാരിച്ചാല് ഞാൻ നല്ലോണം സംസാരിക്കും. ഇത് എന്തിനോടുത്തേനോ ഇവിടെ എന്താ ഗതിനോ അന്ന് മറ്റേ ഊഞ്ഞാലല്ലേ, ആ കൊട്ട ഊഞ്ഞാല, അതിങ്ങനെ ഇട്ടിട്ട് അതിലിങ്ങനെ ഇരുന്ന് ഇതിമ്മ കാലൊക്കെ ഇങ്ങനെ കയറ്റി വെച്ച് ആ ഒരു സംഭവം ഞാൻ അന്ന് കരുതിയത്. പിന്നെ എന്താ വെച്ചാൽ അന്ന് കണ്ടു എന്നല്ല, പിന്നെ എപ്പോഴാണ് കാണുന്നത്. അയ്യോ കുട്ടീനെ വിളിച്ചിട്ടുണ്ട്. ഇതാ ഇവിടുന്ന് ദീക്ക് ലുക്ക് കിട്ടും. ശരിക്കും എങ്ങനെ ഉപകാരം തരോ, എത്ര ആൾക്കാരുണ്ട് നോക്കാൻ വേണ്ടി വണ്ടി ഒന്ന് കണ്ട് ക്ലാസ്സിന്റെ എണ്ണെടുക്കാൻ പോലും. അതായത് ഓഫീസ് റൂമിൽ എത്ര ആൾക്കാരുണ്ട് അല്ലെങ്കിൽ എത്ര ആൾക്കാർ ഗസ്റ്റ് നിൽക്കണമെന്ന് പറയുമ്പോൾ എല്ലാം എന്ത് ചെയ്താൽ മതി, ഓഫീസ് റൂമിൽ ആൾ അവിടെ കയറാം, അടുക്കളയിൽ നിന്ന് എല്ലാം അതിലങ്ങനെ കയറി വന്നുകൊണ്ട് ഇവിടെ വന്നുകൊണ്ട് ഓൽക്ക് ആൾക്കാരെ എണ്ണിയാണ്ട് എന്ത് ചെയ്യാൻ പറ്റും, പോകാൻ പറ്റും. അതിനൊരു ഉപകാരം. പിന്നെ ഇത് ഉപകാരം പറഞ്ഞ വേറൊരു സംഭവമുണ്ട്. ഇപ്പം ഒരാൾ പെണ്ണാണ് വന്നിരിക്കണേ, അപ്പം ചെക്കനും അല്ല ഇനി ഇവിടെ ആരും കാണാനല്ല, ചെക്കനെ കാണാമായിരുന്നു. അല്ല അവിടെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ വന്നുകൊണ്ട് ഇവിടെ ഇങ്ങനെ നോക്കിക്കൊക്കെ ചെയ്യാം. മനസ്സിലായോ? അപ്പൊ അങ്ങനെയൊക്കെ ഈ ഉസ്താദ് ഹോട്ടലിൽ കണ്ടിട്ടില്ലേ, ദുൽഖർ സൽമാനും മറ്റോടും വർത്താനം വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ വേറെ സ്ഥലത്ത് നോക്കിയാണ്. അപ്പൊ അങ്ങനത്തെ പർപ്പസിന് നമുക്ക് അങ്ങനെയൊക്കെ വിചാരിച്ച് നേരത്തെ അത് ദുൽഖർ സൽമാന്, ഇത് നമ്മള് പാവപ്പെട്ട ബാസിൽ സൽമാൻ. ദുൽഖർ സൽമാനും ബാസിൽ സൽമാനും മാറ്റിട്ടുണ്ട്. ഫുൾ നെയിം എന്താ? ബാസിൽ സൽമാൻ. അതിന്റെ മീനിങ് എന്താ? ബാസിൽ പറഞ്ഞാൽ ധീരൻ എന്നാണ് അർത്ഥം, അങ്ങനെ പറയുന്നേക്കാം. സൽമാന്റെ അർത്ഥം എനിക്കറിയില്ല. ഇത് നമ്മളെ ടെറസ് കേട്ടോ, വെയിലാണേ, കണ്ണ് പൊളിച്ചിന്, കണ്ണ് തുറക്കാൻ കഴിയുന്നില്ല, ഭയങ്കര വെയിലുണ്ട്. ഇവിടെ ഷീറ്റ് ഇടണല്ലേ. ഇവിടെ ഞാൻ ഒന്ന് മനസ്സിൽ വിചാരിച്ചത് എന്താരോ, ചെറിയൊരു ജിം സെറ്റപ്പ്. ഞാൻ ഫുട്ബോൾ ഗ്രൗണ്ട് ആയിക്കാരെന്ന് പേടിച്ച്. ഫുട്ബോൾ കളിക്കണമെങ്കിൽ കളിക്കുക ചേട്ടാ. ഇവിടെ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട്. വീട് ബാവക്കാക്കാന്റെ വീടാണ്. ഇങ്ങോട്ട് വാ, ഇവിടുന്ന് കാണിച്ചു നോക്കണേ. വെയിലാണ്, കുഴപ്പമില്ല, കുറച്ചൊക്കെ വെയിലുള്ളതാണേ. തലവേദനയാണ് വെയിൽ കൊള്ളടി, കണ്ണ് തുറക്കാൻ കഴിയില്ല, അതാണ് പ്രശ്നം. എൻ്റെ മൈഗ്രെയിൻ അളക്കും. അത് ബാവക്കാക്കാന്റെ വീടാട്ടോ, പണി ഫുള്ളാവണുള്ളൂ. ഇത് പിന്നെ നമ്മളെ സപ്പോർട്ടന്മാരാണ്. സപ്പോർട്ട് അറിയില്ലേ, ചിക്കു ചിക്കു ചിക്കു. ഇത് പിന്നെ ടാങ്ക്, ഈ ടാങ്കല്ല കേട്ടോ നമ്മളെ വീട്ടിക്ക് ഉള്ളിലേക്കില്ല വെള്ളത്തല്ല കേട്ടോ, അത് അപ്പുറത്തേക്കില്ല വെള്ളം പോണതാണ്. വീട്ടിക്ക് വെള്ളം ഇതിനുള്ളിൽ വെള്ളം കിട്ടുന്ന ടാങ്ക് ഇതിന്റെ മേലാണ്. ഇതിന്റെ മേലെ അപ്പോൾ ഇതാണ് നമ്മൾ ടെറസ്. ആ ഇവിടെ കണ്ണ് കുഴപ്പമില്ല. ഇത് നമ്മളെ റബ്ബർ കേട്ടോ, ഷീറ്റും വരാം. ഷീറ്റ് അടിക്കണ മെഷീനൊക്കെ അതിൻ്റെ ഉള്ളിൽ, അതൊക്കെ അന്ന് കെട്ടിപ്പൂട്ടിയിട്ടാണ്. ഇനി ഇത് വെട്ടാനാവുമ്പോളെ ഇതാവുള്ളൂ. വാ എടി ഇങ്ങോട്ട് വാ. അപ്പോൾ അതാണ് നമ്മളെ ടെറസ്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ നമ്മളെ വീട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ചെറിയ കുറച്ച് സെറ്റപ്പുകളിലൊക്കെ നമ്മൾ അത്യാവശ്യം ജീവിച്ചു പോകാനൊക്കെ പറ്റുന്ന രൂപത്തിലാക്കിയിട്ടൊരു വീടാട്ടോ. അപ്പം നിങ്ങൾ ഈ പറയുന്ന ഈ ഹോം ടൂർ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കണ്ടിരിക്കണ, അല്ലെങ്കിൽ ചില ആൾക്കാരതൊക്കെ ഇങ്ങനെ നമുക്ക് വീഡിയോസ് അങ്ങനെ കാണാമല്ലോ, ഫുള്ള് പരിപാടിയും കഴിഞ്ഞ് നല്ല അടിപൊളിയാക്കിയിട്ട് അങ്ങനത്തെ പോകുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് കണ്ട എന്തെങ്കിലും ഉപകാരപ്പെടുകയൊക്കെ ചെയ്യും അല്ലേ, ഓരോരോ ചെയ്യുമ്പോൾ. ഇത് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയൊന്നും ആക്കിയിട്ടൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഇനിയിപ്പോൾ അങ്ങനെ ചോദിച്ചതുകൊണ്ട് ഇഷ്ടംപോലെ പണി ഇനി തീരാണ്ട് ഇതിന്മേ. അപ്പോൾ ഉണ്ട് ഓക്കെ. ഇവിടെ നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ട് ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല. മുകൾ ഭാഗം നമ്മൾ ഉപയോഗിക്കാത്ത സ്ഥലമുണ്ട്, ഒന്നും ഇവിടെ ചെയ്തില്ല, അതേപോലെ ഇട്ടിക്കാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ നമ്മളെ വീഡിയോ, ഹോം ടൂർ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചുകൊണ്ട് കാണിച്ചു തന്നു മാത്രം. അപ്പോൾ അതേപോലെ ഇപ്പം നിങ്ങളവിടെ മൂത്താപ്പാൻ്റെ മോൻ്റെ വീടാട്ടോ, അത് ബാവക്കാക്കാൻ്റെ വീടാണ് അവിടെ കണ്ടത്. അപ്പോൾ
മൂത്താപ്പിയും ഇപ്പിയും ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞ ആകെയുള്ള കാര്യം എന്താ പറയുക, അതായത് നമ്മളാകെ മൂത്താപ്പി ഞാനും ഞങ്ങളൊക്കെ തന്നെ അല്ലേ ഉള്ളൂ ഇവിടെ. അപ്പോൾ അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെല്ലാവരും എല്ലാ കാലത്തും എന്ത് ചെയ്യണം, തൊട്ടപ്പുറത്തും ഇപ്പുറത്തായിട്ട് ഒരു സ്ഥലത്ത് തന്നെ നിൽക്കണം എന്നുള്ളത് ഓല് പറഞ്ഞതാണ്. കാരണം ഇനിയിപ്പോൾ ഓൽക്ക് ഇപ്പോൾ ബാക്കാക്കി മാനിക്കാക്കി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ താഴത്ത് മൂത്താപ്പി മാമിയുണ്ട്, ഓൽക്ക് എന്താ ആവശ്യം വന്നാൽ നമ്മളിവിടെ ഉണ്ട്. ഇനി ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ ഓലിൻ്റെ സമയമാണെങ്കിൽ ബസർപ്പാക്കും മുന്നേ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഓലുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഉപകാരമില്ല, എല്ലാവരും ഒരു സ്ഥലത്താവുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഓരെല്ലാവരും നമ്മളോട് പറഞ്ഞതാണ് നിങ്ങളെല്ലാവരും വീട് വെക്കുന്ന സമയത്ത്, അപ്പോൾ അന്ന് പറഞ്ഞേക്കണ പോലെ ഒരു സ്ഥലത്ത് തന്നെ വേണം, എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധം ഉണ്ടാവുള്ളൂ അല്ലേ. മറ്റേ ദൂരത്തായാൽ വരെ നമുക്ക് ഈ ഒരു അടുപ്പം കിട്ടും. ഇതിപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ നേരം വെളുത്തൊന്നും കാണാൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ് വർത്താനം പറയുന്ന പരിപാടികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല ഒരു ബന്ധം നമുക്ക് നിലനിർത്താൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ താഴത്തേക്ക് ഇറങ്ങി വാ. അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഒന്നും ഇല്ല, നമ്മൾ എല്ലാം കാണിച്ചു കൊടുത്തില്ല. അപ്പോൾ കാണിച്ചു കൊടുത്തില്ലേ. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മളെ ഹോം ടൂർ കേട്ടോ. അപ്പോൾ നമ്മളെ വ്ളോഗ് നമ്മൾ എൻഡ് ചെയ്യണം. നമ്മളെ ഹോം ടൂർ കണ്ട എല്ലാവർക്കും താങ്ക്സ്. നെക്സ്റ്റ് എന്തെങ്കിലും പറയണോ? ഇല്ല, ഓക്കെ. അപ്പോൾ നമുക്ക് എൻഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ വ്ളോഗ് കണ്ട എല്ലാവർക്കും താങ്ക്സ് കേട്ടോ.